രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവേശിച്ചതോടെ സിനിമാ അഭിനയത്തിൽ താൽക്കാലികമായി അർദ്ധവിരാമം ഇടുമെന്ന് LDF സ്ഥാനാർത്ഥി മുകേഷ് കലാകൗമുദിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കി. എന്നാൽ TV ഷോ തുടരുമെന്നും മുകേഷ് നിലപാടറിയിച്ചു. 3-4 മാസം തുടർച്ചയായി മാറി നിന്നുള്ള സിനിമാ അഭിനയം ഇനിയില്ല. MLAയും മന്ത്രിയും ആയിരിക്കെ തന്നെ അഭിനയിച്ച ഗണേശിന്റെ മാതൃക തൻ്റെ മുൻപിലുണ്ടെന്നും എന്നാൽ ജനങ്ങളും ജനകീയ പ്രശ്നങ്ങളുമായി നിരന്തരം ബന്ധപ്പെടാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ സിനിമാ ഷൂട്ടിങ്ങിന് വേണ്ടി 2-3 മാസം കൊല്ലത്തു നിന്നും മാറി നിൽക്കാൻ സാധിക്കില്ല. ഇതാണ് തൻ്റെ അഭിനയത്തിന് അർദ്ധവിരാമമിടാനുള്ള കാരണമെന്നും അദ്ദേഹം വിശദീകരിച്ചു. എന്നാൽ TV ഷോ എൻ്റെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ച് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോടൊപ്പം 2-3 മണിക്കൂർ ഷൂട്ടിന് മാറ്റിവെച്ചാൽ കാര്യം നടക്കും. അഭിനയത്തോടൊപ്പം രാഷ്ട്രീയവും കൊണ്ടു നടന്ന മാധവന്റെ മകനാണ് താനെന്നും മുകേഷ് ചൂണ്ടിക്കാട്ടുന്നു. രാത്രി മുഴുവൻ നാടകവും പകൽ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനവും നടത്തി 18 വർഷം തുടർച്ചയായി പഞ്ചായത്ത് പ്രസിഡന്റായ വ്യക്തിയാണ് തൻ്റെ അച്ഛൻ മാധവനെന്നും മുകേഷ് വിശദീകരിക്കുന്നു. വളരെ വിദ്യാസാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ട് അങ്ങ് കൂട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അതൊന്നും രാഷ്ട്രീയത്തിൽ നമ്മളങ്ങനെ മുഖവിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ ലാസ്റ്റ് മിനിറ്റ് വരെ ഒരു കോൺട്രവേഴ്സിയും വരാതെ ഒരു നെഗറ്റീവും വരാതെ കൊണ്ടുപോവുക എന്നുള്ളത് ആരുടെയും മിടുക്കല്ല, ഭാഗ്യം. കാര്യം ഇനി എത്ര മിടുക്കനാണെങ്കിലും എത്ര സംശുദ്ധനാണെങ്കിലും സമയമാകുമ്പോൾ എന്തെങ്കിലും അതിബുദ്ധി കാണിച്ചിട്ട് ഇവരൊന്ന് ഒരു മാർക്ക് കുറയിട്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് സോറി പറഞ്ഞാൽ മതി. നമ്മൾ തിരിച്ച് സോറി പോയില്ലേ. സാറിന്റെ ഫാദർ ഇവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ ഇടപെടണം. ഒരു വിദ്യാർത്ഥി കാലഘട്ടത്തിലും സാറിന് ഇവിടുത്തെ ജനങ്ങളൊരു ബന്ധമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സാറിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഒരു നടനെന്നുള്ള വരി ഈ നാട്ടിലെ പൊതുപ്രവർത്തനം അറിയുന്ന ഈ ഒരു പോസിറ്റീവ് ഘടകം ഈ തെരഞ്ഞെടുപ്പ് കാണാൻ പറ്റിയോ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ പറയുന്നതാണോ? അല്ല, ഈ അത് അച്ഛൻ 18 കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. 18 കൊല്ലവും ഏറ്റവും സജീവമായിട്ടുള്ള കലാകാരനായിരുന്നു. അപ്പൊ അദ്ദേഹം കാണിച്ചു കൊടുക്കുകയായിരുന്നു, അന്നേ കാണിച്ചു കൊടുക്കുക. അതൊന്നും ഇവര് ഈ മുഖവിലേക്കെടുത്തില്ല. മുഖവിലേക്കെടുത്തുന്നില്ല ഈ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർ അതൊക്കെ അങ്ങ് വിസ്മരിച്ച്. ഒരാൾക്ക് ശരിക്കും അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയത്തോടു കൂടെയും ജനപ്രതിനിധിയായിട്ട് നിൽക്കുന്നതിൻ്റെ കൂടെയും ജനസേവനത്തിൻ്റെ കൂടെയും ജോലിയും ചെയ്യണം. അങ്ങനെ ഒരു ട്രെൻഡ് ആയിരിക്കണം ഇനി വരേണ്ടത്. ഇനി വരേണ്ടതെന്ന് പറഞ്ഞാൽ പുറം രാജ്യങ്ങളിലൊക്കെ അതാണ്. അതായത് രാഷ്ട്രീയം ഫുൾ തൊഴിലല്ല, രാഷ്ട്രീയ സേവനം, തൊഴിൽ കണ്ടെത്തണം, ഫുൾ സമയം കണ്ടെത്തണം. എന്നാൽ അതിനോടൊപ്പം കുടുംബം പുലർത്താനും ബാക്കിയുള്ള കാര്യങ്ങളും വേണ്ടി അയാൾക്കൊരു ജോലി വേണം. അപ്പം ആ ജോലി ഈ രണ്ടും കൂടെ ഇപ്പൊ രാത്രി മുഴുക്ക നാടകം കളിച്ചിട്ട് രാവിലെ മുതൽ നാടകത്തിന് പോകുന്നത് വരെ പഞ്ചായത്തിന്റെ എല്ലാ കാര്യങ്ങളും വിജയകരമായി നടത്തിയെന്നുള്ളതിന്റെ അർത്ഥമാണല്ലോ 18 കൊല്ലം ഭരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ടേം എന്ന് പറഞ്ഞിട്ട് പോവാം. 18 കൊല്ലം ഭരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് രണ്ടും ചെയ്തെന്നാണ്. അപ്പൊ ആദ്യം തുടക്കത്തിലൊക്കെ ഞാൻ 34 കൊല്ലമായി. തുടക്കത്തിലൊക്കെ ഒരു കെട്ടിയിറക്കി കലാരംഗത്ത് സിനിമാ രംഗത്ത് നിന്ന് ഇങ്ങോട്ട് പേയ്മെന്റ് സീറ്റ്, മറ്റേ ഇത് ഗ്ലാമർ താരം എന്നൊക്കെ പറഞ്ഞു ആദ്യത്തെ കുറച്ച് ദിവസം. പിന്നീട് ആളുകൾ ചിന്തിച്ചു ഇത് എങ്ങനെ പേയ്മെന്റ് സീറ്റ് ആകും.